ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും സത്യാമ്മയ്ക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ട്, നല്ലൊരു മാറ്റം. അതെല്ലാം കൊണ്ട് നല്ലതിനായിരിക്കുന്ന നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. ശരിയാ, അമ്മയ്ക്കെല്ലാം മാറ്റമുണ്ട്. നമ്മൾ എന്തിനാ ഇതിന്റെ പേരിൽ ഉറക്കം കളയുന്നേ? ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശാരദേ, ഒരു സംശയം ആർക്കും കൊടുക്കരുത്. കേസ് അവർ പിടിമുറുക്കും. അതിനൊപ്പം നമ്മളൊരു തീരുമാനം എടുക്കണം. നമ്മൾ പിടി കൊടുക്കില്ല എന്ന്. നിന്നോടല്ലേ പോയി കിടക്കാൻ പറഞ്ഞത്? ചെല്. ശാരദേ, അവൾക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട്. $92,000 കിടന്നു സ്വർണം. കൊടുത്തേ കൂടി കഴിഞ്ഞാൽ സ്വർണം മേടിക്കില്ലല്ലോ. ഈ 2 പെണ്ണുകളെ ഞാൻ എങ്ങനെ കെട്ടിച്ചേക്കും ദൈവമേ. അച്ഛന്റെ മിഠായി കുട്ടികൾ വന്നാ ശാലി പിള്ളേരെ ചായ കൊടുക്ക്. ഉറക്കം എനിക്കൊന്നൊരു ഉറക്കം മതിയില്ലേ? എഴുന്നേറ്റോ രണ്ടാളും? അതെ, ഇനി ഈ പരിപാടി ഇവിടെ നടക്കില്ല കേട്ടോ. രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കാനുള്ളതൊക്കെ പഠിച്ച് എഴുതാനുള്ളതൊക്കെ എഴുതിക്കോണം. ചായ കിട്ടോ? ഒന്ന് എഴുന്നേറ്റ് പോയി മുഖമൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വാ സത്യേ, എന്നിട്ടേ ഞാൻ ചായ തരുന്നുള്ളൂ. എന്നാ വിഷ്ണു ഇത്? അതൊന്നുമല്ല മക്കളെ, നിങ്ങളുടെ ഉറക്കം പോകാൻ വേണ്ടിട്ടല്ലേ. ശരി, ഇനി ഉറക്കം പോയില്ലെന്ന് വേണ്ട. വാ ബപ്പി, മുഖം എങ്കി മുഖം. ഇനി കുളിക്കാൻ പറയാവോ? ചായ കൊടുത്തൂടെ പിള്ളേരല്ലേ? വിഷ്ണുവേട്ടനാ ഇവരിങ്ങനെ കൊഞ്ചിച്ചു ഇങ്ങനെ പറഞ്ഞും വഷളാക്കുന്ന. ഒരച്ഛൻ വന്നേക്കുന്നു, മനഃപൂർവ്വം. ചായ ഇതുവരെ കൊണ്ടുവന്നില്ലേ? അമ്മയുടെ ഒരു കാര്യം എന്തൊരു കഷ്ടാ. എന്നാ പിന്നെ ഈ ചായ കുടിച്ചോ. അത് അച്ഛന് തന്നെയല്ലേ, അച്ഛൻ തന്നെ കുടിച്ചോ. അതെ, പെമ്പിള്ളേരാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് ശീലിക്കണം. ഞങ്ങളൊക്കെ ഈ പ്രായത്തിലെ അടുക്കളയില് പകുതി പണി കഴിഞ്ഞിട്ടുണ്ടാവും. നേരത്തെ പണിയൊക്കെ ഒതുക്കിയാലേ പഠിക്കാനുള്ള സമയം കണ്ടെത്താൻ പറ്റും. അതെ, നിങ്ങളോട് മറ്റൊന്നും പറയുന്നില്ലല്ലോ, പഠിക്കാനല്ലേ പറയുന്നുള്ളൂ. അങ്ങനെ അമ്മയെ പോലെ പഠിച്ചാലേ വലിയ ജോലിയൊക്കെ നേടാൻ പറ്റുള്ളൂ. മനസ്സിലായി മക്കൾക്ക്? ഞങ്ങൾക്ക് അമ്മയെ പോലെ പഠിക്കണ്ട, അച്ഛനെ പോലെ പഠിച്ചാ മതി. എങ്കിൽ പിന്നെ നന്നായി. പ്രത്യേകിച്ച് ഒരു ജോലി നോക്കി നടക്കണ്ടല്ലോ. അതിനുവേണ്ടി സമയവും കളയണ്ട, കിട്ടില്ലല്ലോ. ആരോ വന്നിട്ടുണ്ടല്ലോ. ഞാൻ പോയി നോക്കാം. ഞാനും വരാം. ഇതാരണോ ഈ രാവിലെ? എനിക്ക് ജോലി കിട്ടില്ല. ഹായ് അമ്മേ, അച്ഛാ. ഹായ് മോളെ. അമ്മേ, അച്ഛനും അമ്മയും കൂടെ പോയപ്പോഴെന്താ എന്നെ കൊണ്ടുപോകാത്തത്? ഞാൻ എത്ര സങ്കടപ്പെട്ടെന്നറിയോ? മോളെ, ഞങ്ങള് ട്രീറ്റ്മെന്റിനായിട്ട് പോയതല്ലേ. അത് മാത്രമല്ലല്ലോ, ഞങ്ങളുടെ ഒപ്പം വന്നിരുന്നെങ്കിൽ മോളെ പഠിത്തവും കുഴപ്പത്തിലാവുമായിരുന്നില്ലേ? ഇത് ഞങ്ങൾക്ക് കൊണ്ടുവന്നാണോ? പിന്നല്ലാതെ. ഹായ്. ഇത് സത്യക്കുട്ടിക്ക്. താങ്ക് യു.
ആ കഴിഞ്ഞില്ല, ഇനിയുണ്ട്. ക്ഷമ കൊടുക്ക്. ദേ 2 പേർക്കും ഉണ്ട്. 2 പേരും വീതിച്ചെടുത്തോണം. ഇതാ ഹായ്. സത്യേ. താങ്ക് യു. ആ കോൾ അടിച്ചല്ലോ രണ്ടാൾക്കും. വാമപ്പി, ഇത് നമുക്ക് അകത്ത് കൊണ്ടുവെക്കാം. പിന്നെ ആരെയും ശല്യമൊന്നും ഉണ്ടായില്ലല്ലോ. ഏയ് ഇല്ല, അവർക്ക് മനസ്സിലായി കാണും ഇനി വന്ന അകത്താവുമെന്ന്. ആ നിങ്ങളുടെ യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ സുഖമായിരുന്നു കുഞ്ഞേച്ചി. പിന്നെ ഇവിടെ വന്നിട്ടുണ്ടായ പ്രശ്നം മാത്രമേ ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമായിട്ടുണ്ടായിട്ടുള്ളൂ. അതൊക്കെ അവിടെ സ്ഥിരതാമസമായി കഴിഞ്ഞാൽ മാറിക്കിട്ടും. അമ്മ ഞങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്തായാലും അമ്മയെ ചെന്നിട്ടൊന്ന് കാണണം. പോണം. സത്യാമ്മ അച്ഛനെയൊക്കെ കണ്ടിട്ട് തന്നെ കുറച്ചു നാളായി. ഒന്ന് സംസാരിച്ച ചിലപ്പോ എല്ലാവർക്കും കൂടി ഒന്നിച്ച് താമസിക്കാൻ ഒരു കാരണമായേക്കും. എന്തായാലും സത്യാമ്മയ്ക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ട്, നല്ലൊരു മാറ്റം. അതെല്ലാം കൊണ്ട് നല്ലതിനായിരിക്കുന്ന നമുക്കങ്ങ് പ്രാർത്ഥിക്കാം. ശരിയാ, അമ്മയ്ക്ക് എല്ലാം മാറ്റമുണ്ട്. ആ വന്ന ആലിൽ തന്നെ നിൽക്കാതെ വാ, അകത്തേക്ക് വാ. വാ. എത്രയായി? 100 രൂപ. ആരെ കാണാൻ? മോളെ ഒന്ന് കാണാന്. അകത്തോട്ടിരുന്നോളൂ. അപ്പൊ നിന്റെ അച്ഛനും അമ്മയും ഒരുമിച്ച് സ്കൂളിൽ വരും എന്നാണ് നീ പറയുന്നേ? അതെ വരും. പിന്നെ വന്നത് തന്നെ. നീ കൊറേ കാലമായിട്ട് പറയുന്നതല്ലേ, ഒന്ന് പോടി അവിടെന്ന്. നീ വാടാ. അവളെ ചുമ്മാ പുളു അടിക്കുന്ന. അവളുടെ അമ്മ അച്ഛനും ഒരുമിച്ച് വരും അത്രേ. ഒന്നും വരാൻ പോകുന്നില്ലടാ. ഹായ് സത്യമ്മ. ഹായ് സത്യാമ്മേ. സത്യമോളെ, സത്യാമ്മ എന്താ ഇവിടെ? ഞാനേ സത്യമോളെ കാണാൻ വന്നതാ. എന്താ, എനിക്ക് സത്യമോളെ കാണാൻ വരാൻ പാടില്ലേ? അപ്പൊ ഇന്ന് ജോലിക്ക് പോയില്ലേ? ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ എനിക്കൊരാഗ്രഹം, എന്റെ സത്യമോളെ ഒന്ന് കാണുന്നു. അതുകൊണ്ട് ജോലിക്കൊന്നും പോയില്ല, നേരെ ഇങ്ങോട്ട് പോന്നു. അല്ല, മോളുടെ ഫ്രണ്ട് പപ്പി എന്തിയേ? ഇന്ന് പപ്പി സ്കൂളിൽ വന്നില്ല സത്യാമ്മേ.